സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കാസർഗോഡ് പെരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മുൻ MLA ഉദുമ മുൻ MLA ആയ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 CPM നേതാക്കൾക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ കൂടി ഇന്ന് CBI കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ 5 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ നിയമ പോരാട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷണത്തിൽ CBI വരുന്നതിനെതിരെ അടക്കം സർക്കാർ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ എത്തിയതായിരുന്നു. അപ്പോൾ സർക്കാർ തന്നെയായിരുന്നു എതിർഭാഗത്തുണ്ടായിരുന്നത്. ഈ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വിധി വരുമ്പോൾ കുടുംബാംഗങ്ങൾ പൂർണ്ണ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് അവർ പറയുന്നുണ്ട്. അവർ വധശിക്ഷ പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഇരട്ട ജീവപര്യന്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ച് തുടർ നിയമ പോരാട്ടം സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് പറയുന്നു. CPM നേതാക്കളുടെ പ്രതികരണം നോക്കിയാൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും TP രാമകൃഷ്ണനും ഒക്കെ പ്രതികരിച്ചിരുന്നു. ഈ വിധി CPMന് വലിയ തിരിച്ചടിയല്ല. CPM ഇതിൽ ഗൂഢാലോചന നടത്തിയെന്ന വാദമൊക്കെ ഈ ശിക്ഷാവിധിയോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് എന്നുകൂടിയാണ് ഇന്നിപ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നോക്കാം ഈ വിധി എത്രത്തോളം CPMന് തിരിച്ചടിയാണ് എന്ന്. അജിം സർ, ഇതിപ്പോൾ നേതാക്കളൊക്കെ പറയുന്നു CPM ഗൂഢാലോചന നടത്തി എന്ന വാദം പൊളിഞ്ഞിരിക്കുകയാണ്. വിധി CPMന് എതിരല്ല, CBI തന്നെ ഗൂഢാലോചന നടത്തി കുറ്റക്കാരല്ലാത്തവരെ പ്രതി ചേർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാദമൊക്കെ ഇവിടെ പൊളിയുകയാണ്. ഈ കേസിലെ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. കാരണം ഇതൊരു പാർട്ടി ഗൂഢാലോചന നടത്തിയ ഒരു കൊലപാതകമാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റി കൂടി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചതാണെന്നുള്ള ഒരു വാദം അങ്ങനെ വന്നിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇതിലിപ്പോൾ കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ളവർ പ്രതിയാക്കിയത് പ്രതികളിൽ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്, ബലമായി മോചിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇതിൽ പ്രതിയായിട്ടുള്ളത്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ അങ്ങനെ CBIയുടെ ഗൂഢാലോചനാവാദം പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഉയരുന്ന 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള പോലീസ് അന്വേഷിച്ച കേസിൽ തന്നെ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ എന്തിനാണ് കുഞ്ഞിരാമൻ MLA സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടതുണ്ട്. അത് CBI പ്രതി ചേർക്കപ്പെട്ട ആളല്ല. CBI എടുത്ത കേസിലോ CBI അന്വേഷിച്ചിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തു, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനെ ഒരു അനാവശ്യമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് മോചിപ്പിച്ചതല്ല. പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാളെയാണ് കുഞ്ഞിരാമൻ പോയി മോചിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അതെന്തിനാണെന്നുള്ള ക്വസ്റ്റിന് മറുപടിയിൽ ഉണ്ട്. ഇത് ഗൂഢാലോചന അല്ലേ എന്നുള്ളത്. ഇപ്പോൾ CBI തെളിയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാളെ കുഞ്ഞിരാമൻ വന്ന് മോചിപ്പിക്കുക എന്നതാണ് മനസ്സിലാവേണ്ടത്. ആ പ്രതി ചേർക്കപ്പെടുന്നതിൽ കുഞ്ഞിരാമൻ MLAക്കും മറ്റ് നേതാക്കൾക്കും എതിർപ്പുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എതിർപ്പ് വരാൻ കാരണം എന്താണ്? അവരെ രക്ഷിക്കാൻ എന്തിനാണ് പാർട്ടി ശ്രമിക്കുന്നത്? ഈ ചോദ്യത്തിന് CPM മറുപടി പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോവുകയാണ്. സംസ്ഥാന സർക്കാർ എന്തിനാണ് അപ്പീൽ പോകുന്നത്? അതായത് ഈ CBI അന്വേഷിച്ചാൽ തങ്ങളിലേക്ക് അന്വേഷണം വരുമെന്നുള്ള ഭയമാണോ? അതല്ല, തെറ്റായി പാർട്ടി നേതാക്കളെ പ്രതി ചേർക്കും CBI, രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുമെന്നുള്ള CPMൻ്റെ നിലപാട് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിലും ആ നിലപാട് വേണ്ടേ? അതൊരു പ്രഖ്യാപിത നിലപാടാണ്. CBI കൂട്ടിലിട്ട തത്തയാണ്. CBI രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നവരാണ്, കേന്ദ്ര സർക്കാരിന് ഇച്ഛാനുസരണമുള്ള ഏജൻസിയാണ്. അതൊക്കെ ശരി, ആ വാദങ്ങളെ കഴമ്പുണ്ട്. പക്ഷെ ഇതെല്ലാ കേസിനും ബാധകമാവണമല്ലോ. ചില കേസുകളിൽ അത് കേരളത്തിൽ മാത്രമുള്ള നിലപാടാണോ CPMന് എന്നും പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് CPMൻ്റെ തമിഴ്നാട് ഘടകം തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭം നടത്തി. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ CBI അന്വേഷണം വേണമെന്നായിരുന്നു. അപ്പോൾ ഈ CBI കേരളത്തിൽ മാത്രം പ്രശ്നമുള്ളൊരു ഏജൻസിയാണോ? അതല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും CPMൻ്റെ നിലപാടുണ്ടോ എന്നുള്ളതും CPM വ്യക്തമാക്കേണ്ടതുണ്ട്. CBIയെ കുറിച്ച് ആ അഭിപ്രായം, അതായത് രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്ന അഭിപ്രായം CPMന് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ആ നിലപാടുള്ളതാണ്. പക്ഷേ ഇത് സവിശേഷമായി ഇവിടെ മാത്രം അത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെക്കുറെ കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ കൊല്ലുന്നില്ല. ജെയ്ക്സി തോമസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പർവ്വത സമാനമായ ക്ഷമ ഞങ്ങൾ കാണിക്കുന്നു. ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പോലും ഞങ്ങൾ തിരിച്ചു കൊല്ലാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് സവിശേഷമായി ഈ കഴിഞ്ഞ 5-8 വർഷമായി CPM രാഷ്ട്രീയ കൊലപാതകങ്ങൾ വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത CPM കാണിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുക. അതിന് കാരണം
CPM ഭരിക്കുമ്പോൾ, CPMൻ്റെ സർക്കാരാണ് 2 ടൈമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭരിക്കുമ്പോൾ CPMൻ്റെ ആളുകളും കൊല്ലപ്പെടാൻ പാടില്ല, CPMകാർ ആരെയും കൊല്ലപ്പെടാൻ പാടില്ല. അതായിരിക്കണം പ്രിൻസിപ്പിൾ. അവരെയും ആരും കൊല്ലരുത്, അവരാരെയും കൊല്ലരുത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണഘടനാപരമായ ചുമതലയാണ് സർക്കാരിനുള്ളത്. ആ സർക്കാരിന് ഭരണഘടനാപരമായ ചുമതലയുള്ളപ്പോൾ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരും കൊല്ലപ്പെടാൻ പാടില്ല, ആ പാർട്ടിയിൽപ്പെടാത്ത ആളുകളും കൊല്ലപ്പെടാൻ പാടില്ല. 1. 2, ആ സർക്കാർ ഭരിക്കുമ്പോൾ, ആ സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രി ഭരിക്കുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല. ഇതായിരിക്കണം പ്രിൻസിപ്പൾ. അതിന് പകരം ഞങ്ങളെ കൊന്നിട്ട് ഞങ്ങൾ തിരിച്ചടിച്ചില്ലോ എന്ന് പറയുമ്പോൾ ഒരു CPMകാരനും കൂടെ കൊല്ലപ്പെടാൻ പാടില്ല. CPM ഭരിക്കുമ്പോൾ CPMകാരെയും ആ സമയത്ത് കൊല്ലാൻ പാടില്ല. അതായത് മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഹിംസയും ജനാധിപത്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരർത്ഥത്തിലും ബന്ധമുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഹിംസ പാടില്ല എന്നുള്ളതായിരിക്കണം നിലപാട്. പക്ഷെ അതിന് പകരം ഇന്ന് ഈ വിധി വന്നതിന് ശേഷം CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്നാണ് പറഞ്ഞത്, പ്രതി ചേർക്കപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയായാലും ഈ പാർട്ടിയിൽ ആരെങ്കിലും കാണുമോ എന്നുള്ളതാണ്. ഇവിടെ അതാണോ പ്രശ്നം? ഇപ്പോൾ പ്രതി ചേർക്കപ്പെടുക, ഏതെങ്കിലും കേസുകളിൽ പ്രതി ചേർക്കപ്പെടുക എന്നുള്ളത് ഒരാൾക്കെതിരെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ശരിയാണ്. കാരണം പോലീസിന് തെറ്റുപറ്റാം, കേസെടുക്കുന്ന ഏജൻസികൾക്ക് തെറ്റുപറ്റാം, കള്ളക്കേസിൽ കൊടുക്കാം ആളുകളെ. ഒരു കോടതി വിധി കൊണ്ടും ചിലപ്പോൾ നടപടി ഉണ്ടാവണമെന്നില്ല. ഒരു കോടതി വിധി വന്നു, ഇനി അതിന് അപ്പീൽ പോകാം. ഒരാൾ നിരപരാധിയാണെന്നൊരു പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നിരിക്കട്ടെ, അതിനുവേണ്ടി അപ്പീൽ പോകാം, ഉന്നത നീതിപീഠം വരെ പോകാം. അപ്പോൾ ഉന്നത നീതിപീഠം വരെ പോയിട്ടും ശിക്ഷ ഒഴിവാക്കി കൊടുക്കാത്ത കേസുകളിൽ പോലും ചില സമയങ്ങളിൽ പാർട്ടി ഇത്തരക്കാരെ സംരക്ഷിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായിരിക്കെ ജയിലിൽ കിടന്ന് മരിച്ച ആളാണ് PK കുഞ്ഞനന്ദൻ. PK കുഞ്ഞനന്ദൻ ആ കേസിൽ പ്രതിയാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും CPM അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം അതിൽ പ്രതിയല്ല. പക്ഷേ അന്വേഷണ ഏജൻസികൾ, പോലീസ് ആവട്ടെ ക്രൈംബ്രാഞ്ച് ആവട്ടെ, അത് അന്വേഷിച്ച് കണ്ടെത്തിയത് കുഞ്ഞനന്ദൻ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നാണ്. പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന് നിരന്തരം പരോളുകൾ നൽകി. അതായത് ജയിലിൽ കിടന്ന സമയവും അദ്ദേഹം പുറത്തിറങ്ങിയ സമയവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഏതാണ് കൂടുതലെന്ന് സംശയമുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിത ഒരു പാർട്ടിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ, ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. CPM എന്ന് പറയുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയിൽ പങ്കാളിയായിട്ടുള്ള ഒരു പാർട്ടിയാണ്, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നിരിക്കെ ഏത് ഘട്ടത്തിലാണ് ഒരാൾ പ്രതി ചേർക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്താൽ അയാൾ നിരപരാധിയാണ് അല്ലെങ്കിൽ അപരാധിയാണെന്ന് CPM തീരുമാനിക്കുക? അവിടെ CPMൻ്റെ മനസാക്ഷിയാണ് പ്രവർത്തിക്കുന്നത്. CPM തീരുമാനിക്കുന്ന ആൾ നിരപരാധിയാണ്, CPM തീരുമാനിക്കുന്ന ആൾ അപരാധിയാണ്. അങ്ങനെയാണോ അത് തീരുമാനിക്കപ്പെടുക? അതല്ല അതിന് നിയതമായ ഒരു മാനദണ്ഡമുണ്ടോ? ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോടതികൾ അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുന്നു. അപ്പോൾ ഇതിനെന്താണ് ഒരു പാർട്ടിയുടെ ജനാധിപത്യ ക്രമത്തിൽ, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനാധിപത്യ ക്രമത്തിൽ ഒരാൾ അപരാധിയാണോ നിരപരാധിയാണോ, അയാൾക്കെതിരെ പാർട്ടി നടപടി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള പാർട്ടി മാനദണ്ഡം എന്താണ്? പാർട്ടി ഭരണഘടന അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതേക്കുറിച്ച് CPM വിശദീകരിക്കണ്ടേ? അതായത് കുഞ്ഞനന്ദനെ ശിക്ഷിച്ച് കുഞ്ഞനന്ദൻ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം തെറ്റായി പ്രതി ചേർക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്മാരകം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഏത് ഘട്ടത്തിലാണ് പാർട്ടി ഒരാളെ തള്ളി പറയുക? അന്വേഷണ ഏജൻസികളോ കോടതികളോ തീരുമാനിച്ചാൽ പോലും പാർട്ടിക്ക് ഒരാളെ തള്ളി പറയാൻ കഴിയില്ല. അയാൾക്ക് വേണ്ടി അപ്പീൽ പോവുകയും അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സ്മാരകം ഉണ്ടാക്കുകയും ജയിലിൽ കിടക്കുമ്പോൾ ധാരാളമായി പരോൾ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ ഏത് മാനദണ്ഡപ്രകാരമാണ്? ആ ഒരു ചോദ്യത്തിന് CPM മറുപടി പറയണം. അതിനൊരു മാനദണ്ഡം ഉണ്ടാവണമല്ലോ. കാരണം നിരന്തരമായി ഇത്തരം കേസുകളിൽ പെടുന്നവരാണ് ഞങ്ങൾ എന്ന് പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കെ ഇനിയും ആളുകൾ പ്രതി ചേർക്കപ്പെടാം, ഇനി ആളുകൾ ശിക്ഷിക്കപ്പെടാം. അപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ആളുകളെ പാർട്ടി നടപടിക്ക്, ഇത്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളുകളെ പാർട്ടി നടപടിക്ക് വിധേയമാക്കുക എന്ന് പാർട്ടി വിശദീകരിക്കണം. അതൊന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയേണ്ടി വരും. യെസ് നിഷാദ്, കൊലപാതക രാഷ്ട്രീയത്തെ ഒരു കാലത്തും CPM പിന്തുണച്ചിട്ടില്ല, പിന്തുണയ്ക്കാറുമില്ല എന്നൊക്കെ നേതാക്കൾ ഘോരഘോരം പറയാറുണ്ട്. ആ ഒരു കപട മുഖം ഇവിടെ അഴിഞ്ഞു വീണ ഒരു ദിവസമാണോ ഇന്ന്? CPIM-നെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു കൊലപാതക കേസിൽ പങ്കാളിത്തം ഉണ്ടായിപ്പോയി, കേരളം ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊരു വാചകം അവർ പറയുമെന്നോ, അവരല്ല ഇനി വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ ഒരാളെ കൊന്നു എന്ന് സമ്മതിക്കാൻ പ്രയാസമുണ്ടാവും. CPM അത് ഒരു കാലത്തും അത് സമ്മതിക്കാൻ പോകുന്നില്ല. ഒരു പാർട്ടി എന്ന നിലയ്ക്കോ പാർട്ടി സംഘടന എന്ന നിലയ്ക്കോ ഞങ്ങളുടെ ആളുകൾ തീരുമാനമെടുത്ത് ആരെങ്കിലും കൊന്നു എന്ന് ഒരിക്കലും സമ്മതിക്കില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ അകത്തു പോയതിനു ശേഷവും
കൊടിസുനി അവർക്ക് വേണ്ടപ്പെട്ട ആളാണെന്നാ ഇപ്പോൾ അവസാനത്തെ പരോളിൽ നമുക്ക് മനസ്സിലാവുക വരെ ചെയ്തു. പക്ഷേ എന്നാലും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത കേസാണ് എന്ന് അവർ പറയും. അങ്ങനെ പറയും, അതിൽ അത്ഭുതമൊന്നുമില്ല. അതിപ്പോൾ ധീരജിൻ്റെ കൊലപാതകത്തിലെ പ്രതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പറയുന്നത് അതിനൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. BJP ആയാലും RSS ആയാലും ഒക്കെ കൊലപാതകത്തിലെ പങ്കാളിത്തം അവർ തുറന്ന് സമ്മതിക്കുകയോ അതിൻ്റെ പേരിലൊരു ധാർമ്മിക നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയായിരിക്കും. പക്ഷേ ഇതിലൊന്ന് CPM മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത കൊലപാതകം, ഞങ്ങൾക്കൊരു പങ്കാളിത്തവുമില്ലാത്ത ഒന്ന്, ഞങ്ങളുടെ മേലുള്ള ദുരാരോപണം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളാകെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ആ പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമായിരിക്കും എന്നാണ് ആ പാർട്ടി മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് CPIM എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഏറ്റവും വലിയ ഇരയാണ് CPIM. പ്രത്യേകിച്ച് ഹിന്ദുത്വ സംഘപരിവാരവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ഏറ്റവും വലിയ ഇര. കേരളത്തെ ഒരു മതനിരപേക്ഷ സംസ്ഥാനമാക്കി നിലനിർത്താൻ ഹിന്ദുത്വ ഫാസത്തോട് പോരടിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയ പാർട്ടി ഞങ്ങളാണ് എന്ന് പറയുകയും അതിൻ്റെ ഒരു വലിയ ത്യാഗത്തെക്കുറിച്ച് എപ്പോഴും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ആ നിലയ്ക്ക് സ്വാഭാവികമായും കിട്ടേണ്ട ഒരു അംഗീകാരമുണ്ടല്ലോ, അതില്ലാതാവുകയും അതൊരു കൊലയാളി പാർട്ടി എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായതാണ്? കൃപേഷിനെയും ശരത് ലാലിനെയും എന്തിനു കൊന്നതാണ്? ഷുഹൈബിനെ എന്തിനു കൊന്നതാണ്? ഷുക്കൂറിനെ എന്തിനു കൊന്നതാണ്? ഏത് മതനിരപേക്ഷ കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്? ഏത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഏത് കലാപം തടയലിൻ്റെ ഭാഗമായിട്ടാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്? അവർക്ക് മാത്രം മനസ്സിലാവുന്ന, കേരളത്തിൽ മറ്റൊരാൾക്കും മനസ്സിലാവാത്ത കാരണങ്ങളുടെ പേരിൽ കൊന്നു തള്ളിയിട്ടുള്ളതാണ് ഇവരെയൊക്കെയും. ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ സംഭവിച്ചാണോ? അല്ല. കൃപേഷിനെ, ശരത് ലാലിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഷുഹൈബിനെ, ഷുക്കൂറിനെ, ഈ പറയുന്ന ആളുകളെയുമൊക്കെ കൊന്നു തള്ളിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പാർട്ടി അതിൻ്റെ ഉള്ളാലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ആക്രമണോത്സുകത എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ ഇനിയും മറികടക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് SFIയുടെ പോലും ഏരിയ സെക്രട്ടറിമാർ വഴിയിലിറങ്ങി നിന്ന് ഞങ്ങൾ വെട്ടിക്കളയും, തല കൊയ്ത് കളയും, പ്രിൻസിപ്പലിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് ആശുപത്രിയിലാക്കി കളയും, ഇനിയും ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഷുക്കൂറിനെ ഓർമ്മയുണ്ടോ, ഷുഹൈബിനെ ഓർമ്മയില്ലേ നിങ്ങൾക്കെന്നൊക്കെ SFIയുടെയും DYFIയുടെയും CPMൻ്റെയൊക്കെ പ്രാദേശിക നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അതെവിടെ നിന്ന് വരുന്നതാണ്? ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഇത്തരം ഹിംസാത്മകമായ ആക്രമണോത്സുകമായ ഒരു രാഷ്ട്രീയ പദ്ധതിയാണെന്ന് അവർ വിചാരിക്കുന്നു. ഇപ്പം നോക്കൂ, ഏറ്റവും അവസാനവും കോടതി കണ്ടെത്തി ശിക്ഷിച്ച കുഞ്ഞൻ എന്നൊരു കാര്യം എടുത്താലും, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യം എടുത്താലും പാർട്ടിയുടെ നിലപാട് പ്രതി ചേർക്കപ്പെട്ടവരാരും കുറ്റവാളികളാവുന്നില്ല, ഞങ്ങളവരെ സംരക്ഷിക്കുന്നതാണ്. CPIMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അവിടെ പോയി പ്രതികളെ എല്ലാവരെയും കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു വധക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങ് പാർട്ടിയുടെ നേതാക്കൾ മുഖ്യ കർമ്മികളായി ചെയ്തു കൊടുക്കുന്ന കാണുന്നു. ഷാഫി എന്ന് പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുടെ കല്യാണത്തിലെ പ്രധാനപ്പെട്ട ഒരു അതിഥി സ്പീക്കർ AN ഷംസീർ ആയിരുന്നു. അപ്പോൾ എന്താണ് ആ പാർട്ടി അതിൻ്റെ കോമ്രേഡ്സിന് കൊടുക്കുന്ന സന്ദേശം? എന്താണ്? നിങ്ങൾ ചെയ്തു പോകുന്ന എല്ലാ അപരാധങ്ങളെയും സംരക്ഷിക്കാൻ ഈ പാർട്ടിയുണ്ട്, ഈ പാർട്ടിയുടെ ശക്തിയുണ്ട്, ഈ പാർട്ടിയുടെ സർക്കാരുണ്ട്, ആ സർക്കാരിന് പൊതുഖജനാവിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന പണമുണ്ട് എന്ന സന്ദേശം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ബാധ്യത CPM കാണിക്കേണ്ടതുണ്ട്. കാരണം അത് CPMനെ പോലെ പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു മതനിരപേക്ഷ പാർട്ടി വിപ്ലവപരമായ ആശയങ്ങൾക്ക് വേണ്ടിയും വർഗീയ വിരുദ്ധ ആശയങ്ങൾക്ക് വേണ്ടിയും ചോര വീഴ്ത്തേണ്ടി വന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വന്ന ഒരു പാർട്ടി എന്നതിലേക്കാണ് അവർ സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിലും മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടി അനാവശ്യമായ ആളുകളെ കൊല്ലുകയും ആക്രമിക്കുകയും ഹിംസാമുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അതിനൊപ്പിച്ച് പണികൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എന്നല്ല ആ പാർട്ടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് എന്ന് അതിൻ്റെ ആളുകൾ ഓർക്കുന്നത് നന്നാവും, ഓർക്കേണ്ടതാണ് ആ പാർട്ടിയെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ ഈ കല്യാണത്തിന് പോകലും ഈ ഹൗസ് വാമിങ്ങിന് പോകലും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള നിരന്തരമായ നിയമപരമായ പിന്തുണ, കൊടിസുനിയെപ്പോലൊരു കൊടും ക്രിമിനലിനെ നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ കണ്ടില്ല. TP ചന്ദ്രശേഖരൻ്റെ മുഖത്തെ വെട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നമുക്ക് അടിക്കാൻ തോന്നില്ല, മുഖത്ത് ചന്നം പിന്നെ വെട്ടി മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത്രമേൽ ഭീകരന്മാരായ പ്രതികളാണ് അവർ. അവരെ ഇറക്കി വിട്ടിട്ട് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കൊടും ക്രിമിനലിനെ ഇറക്കി വിട്ടതിനെ ന്യായീകരിച്ച് ബൈറ്റ് കൊടുക്കുക, സൗണ്ട് ബൈറ്റ് കൊടുക്കുക ചാനലിന്. എന്ത് കാര്യം? ഏതെങ്കിലും പ്രാദേശിക നേതാവ് പറഞ്ഞാൽ പോലും പോട്ടെ. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കൊടിസുനിയുടെ മാനുഷികാവകാശം കേരളത്തിൻ്റെ ഒരു ശരിയാണ്, നിയമത്തിൻ്റെ കണ്ണിലൂടെ പലതരത്തിലുള്ള മാനുഷികാവകാശം ഉണ്ടാവും. പക്ഷേ പരോൾ കൊടുക്കേണ്ടത് ആർക്കാണ്?
പരോൾ കൊടുക്കുന്നതും ജയിലിലെ ഇളവുകൾ കൊടുക്കുന്നതും ജയിലിനകത്ത് മര്യാദയ്ക്ക് പെരുമാറുന്നവർക്കാണ്. ജയിലിനകത്ത് വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തുന്നവർക്കല്ല, ജയിലിനകത്ത് ഫോൺ ഉപയോഗിക്കുന്നവർക്കല്ല, ജയിലിലെ ഫോൺ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവരെയല്ല, ഫോൺ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്താനും സ്വർണ്ണം പൊട്ടിക്കാനും പണിയെടുക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജയിലിലെ ഇളവ് കിട്ടുക? അതിലും അർഹരായ ആളുകൾ അതിനകത്ത് വേറെ ഉണ്ട്. പലകുറി പുറത്തിറക്കാൻ നടത്തിയ ഒരു ശ്രമം ഇപ്പോൾ നൈസായി പുറത്തിറക്കുക. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനെ ന്യായീകരിക്കുക. കേരളം ഇതിനെല്ലാം വലിയ തോതിൽ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ആ പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മറിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. ഈ പറയുന്ന ഹിംസയുടെ മുദ്രാവാക്യങ്ങൾ ഹീറോയിസമായിട്ട് ആളുകൾ എടുത്തു കളയും എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല ജനങ്ങൾ എടുക്കുക. ജനങ്ങൾക്ക് മനുഷ്യന് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പോൾ സമാധാനത്തിന് കുറുകെ നിൽക്കുന്ന മനുഷ്യർ, സമാധാനത്തിനെതിരെ വലിയ ഗാഗ്വ വിളിക്കുന്ന ആളുകൾ, ജനങ്ങൾ അതിനെ ഒറ്റപ്പെടുത്തി കളയും. അതുകൊണ്ട് ഇപ്പോൾ അധികാരം കൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് കേസ് നടത്താം, അല്ലെങ്കിൽ അധികാരം കൊണ്ട് ഈ സംഘടനാ ശക്തി കൊണ്ട് വലിയ എന്താ പറയുക മതിൽ തീർക്കാം. ജനം കളയും, എടുത്തു കളയും. യെസ്, ഇവിടെ പെരിയ ഇരട്ടക്കൊലക്കേസിലായാലും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ, കോടതി വിധിച്ച പ്രതികൾക്കൊപ്പം CPM നേതാക്കൾക്കൊപ്പം തന്നെയാണ് പാർട്ടി എന്നത് ഉറപ്പാണ്. അത് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും CPM നേതാക്കളെ സംരക്ഷിക്കാനായി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ എന്തായാലും നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നത് ഉറപ്പാണ്.